ഹായ്, ഓസിയമ്മ മലയാളിയുടെ നാട്ടിൽ നിന്നുള്ള ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഹൗസൊക്കെ അവിടെ നിന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് തുടർച്ചയായിട്ട് അതിൻ്റെ ബാക്കി ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നേഴ്സിംഗ് കഴിഞ്ഞ് നമ്മൾ ഓസ്ട്രേലിയയിലേക്ക് വരുന്നത്, ഓസ്ട്രേലിയയിലേക്ക് വരാൻ അവിടെ എന്താ എളുപ്പം, അതിനുള്ള വഴികളൊക്കെ നമ്മളോട് എല്ലാവരും എപ്പോഴും ഓരോ ചോദ്യത്തിലൊക്കെ ചോദിക്കുന്നുണ്ട്. അവർക്ക് അവിടെ നിന്ന് പറഞ്ഞു തരുന്നതിലൊരു പരിമിതി ഉണ്ട് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് എങ്ങനെ പറഞ്ഞു തന്നാലും എപ്പോഴും നിയമങ്ങളൊക്കെ അവിടെ മാറിക്കൊണ്ടിരിക്കും. നമുക്ക് അതനുസരിച്ചൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇതുമായിട്ട് എപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്നവർക്കേ അതിൻ്റെ കൃത്യം കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ. അപ്പോൾ നിമിഷനെ നമ്മൾ ഓസ്ട്രേലിയയിലേക്ക് നേഴ്സിംഗ് കഴിഞ്ഞ് വിട്ട ഏജൻസിക്കാരോട് അവരവിടെ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകാം കേട്ടോ. അവിടെ ചെന്ന് നിങ്ങൾക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് നമുക്ക് അവരോട് ചോദിച്ച് നിങ്ങളോട് പറഞ്ഞു തരാം കേട്ടോ. അപ്പം നമുക്ക് അവരുടെ അടുത്തോട്ട് പോകാം. കോട്ടയത്താണ് കേട്ടോ ഇത്. നമുക്ക് കോട്ടയത്തോട്ട് പോകാം. ഓസ്ട്രേലിയക്ക് വിടാൻ സഹായിച്ചവരെ അവരെ പരിചയപ്പെടുത്തി തരാം. പേരനായിരുന്നു ലേഖ സാബു. ലേഖ മാമ കേട്ടോ. നമ്മൾ നിമിഷനെ ഓസ്ട്രേലിയക്ക് വിടാൻ വേണ്ടി എല്ലാം ചെയ്തു തന്നു. നമുക്കിങ്ങനെ പുറത്തോട്ട് പോകുന്നവർക്ക് ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി സംശയങ്ങളുണ്ട് അവർക്ക്. അതൊക്കെ ഒന്ന് തീർത്ത് ഞങ്ങൾക്ക് കുറച്ച് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതലൊന്ന് അറിയണമെന്ന് താല്പര്യമുണ്ട്. ഞങ്ങൾക്ക് അതൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ? പറഞ്ഞുതരാം. BSc നേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ MSc നേഴ്സ് GNM കഴിഞ്ഞ ഒരു ക്യാൻഡിഡേറ്റ്സ് ആണ്. അവർ പോസ്റ്റ് BSc ഉണ്ട്. ഇപ്പം നമുക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ട്. ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സ് OET ആയാലും അതുപോലെ തന്നെ PT ആയാലും OET ആയാലും TOEFL ആയാലും അവരുടെ റെക്കോർഡ് സ്കോർ എന്ന് വെച്ചാൽ IELTS ആണെന്നുണ്ടെങ്കിൽ ഈച്ച് മൊഡ്യൂൾ 7, OET ആണെന്നുണ്ടെങ്കിൽ ഈച്ച് മൊഡ്യൂൾ B, അതുപോലെ തന്നെ PT ആണെന്നുണ്ടെങ്കിൽ 65 ഈച്ച് മൊഡ്യൂൾ. ഇത് ക്ലബിങ് വെച്ചിട്ട് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ വിതിൻ 6 months ഇങ്ങനെ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്ത ഒരു ക്യാൻഡിഡേറ്റ്സ് നമ്മുടെ അടുത്ത് വരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പുതിയ റൂൾ അനുസരിച്ചിട്ട് നമ്മൾ ഓസ്ട്രേലിയയുടെ RN എക്സാമും അതുപോലെ തന്നെ അവിടെ ചെന്നിട്ട് OSCE എക്സാമും പാസ്സായി കഴിഞ്ഞാൽ നേഴ്സിംഗ് ബോർഡിന്റെ രജിസ്ട്രേഷൻ കിട്ടും. ദെൻ രജിസ്ട്രേഷൻ കിട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ജോബിനോ PR-നോ എന്ത് വേണമെങ്കിലും പ്രോസസ്സിങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെയാണ് നേഴ്സുമാർക്ക് ഇവിടുന്ന് പോകുന്നത്. ഇനി അതർ കോഴ്സസ് നമുക്ക് വല്ല പ്ലാൻ ഉണ്ട്. ഇനിയിപ്പം MSc നേഴ്സിംഗ് ഒരു കുട്ടിക്ക് താല്പര്യമുണ്ട്. ഇവിടെ BSc നേഴ്സിംഗ് കഴിഞ്ഞ് അധികം എക്സ്പീരിയൻസ് ഇല്ല, പക്ഷെ പഠിക്കാനാണ് അതിന് താല്പര്യമെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ IELTS അല്ലെന്നുണ്ടെങ്കിൽ OET ഇൻഡിവിജ്വൽ സ്കോർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 വർഷത്തെ മാസ്റ്റർ കോഴ്സ് ഉണ്ട്. ആ കോഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വേറെ എക്സാമോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്ന് വെച്ചാൽ RN എക്സാമോ OSCE ഒന്നുമില്ല. ഡയറക്റ്റ് നമുക്ക് രജിസ്ട്രേഷൻ കിട്ടും. പിന്നെ അത് പഴയ പ്രൊസീജിയർ തന്നെ. രജിസ്ട്രേഷൻ കിട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ജോബിന് അപ്ലൈ ചെയ്യുന്നു. ദെൻ പിന്നെ PR-ന് അവിടെ സെറ്റിൽ ആവുന്നു. ഇതാണ് ഓസ്ട്രേലിയക്കുള്ള റിക്വയർമെന്റ്സ്. ഇനി വേറെ ഏതെങ്കിലും കൺട്രി നമ്മൾ അതല്ല, നമുക്ക് നഴ്സിംഗ് ഇവിടെ പഠിക്കാതെ അവിടെ ഓസ്ട്രേലിയയിൽ ചെന്ന് നഴ്സിംഗ് പഠിച്ചാൽ +2 കഴിഞ്ഞ ഒരു ക്യാൻഡിഡേറ്റ് ആണ് 18 വയസ്സ് പൂർത്തിയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ IELTS റിക്വയർമെന്റ്സ് ഇൻഡിവിജ്വൽ 7 എടുത്തു കഴിഞ്ഞാൽ 3 വർഷത്തെ BSc നഴ്സിംഗ് കോഴ്സിന്റെ ഒപ്പം തന്നെ നമുക്ക് 20 hours പെർ വീക്ക് വർക്ക് ചെയ്യാം. കോഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ രജിസ്ട്രേഷൻ കിട്ടും. പിന്നെ നമുക്കവിടെ ജോബ് എടുക്കുക, PR-ന് അപ്ലൈ ചെയ്യുകയോ ചെയ്യാം. ഒരു +2 കഴിഞ്ഞ് എന്ന് വെച്ചാൽ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. +2 കഴിഞ്ഞ ഒരു ക്യാൻഡിഡേറ്റ് 60% മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്മിഷൻ അവിടെ അപ്ലൈ ചെയ്യാം. അത് എല്ലാ സ്റ്റേറ്റിലും നമുക്ക് ഇപ്പം ക്യാൻഡിഡേറ്റിന്റെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് ഏത് സ്റ്റേറ്റിലാണ് പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റേറ്റിൽ എല്ലായിടത്തും നമുക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ നഴ്സിങ്ങിനെ പറ്റിയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കണേ. നമുക്ക് നഴ്സിങ്ങിന് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് വേണം നമുക്ക് ഒരാൾക്ക്? നഴ്സിംഗ് ഇപ്പോൾ ഓസ്ട്രേലിയ ആണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബോർഡിന്റെ റൂൾ അനുസരിച്ച് 3 മാസത്തെ എക്സ്പീരിയൻസ് മതി അവിടുത്തെ രജിസ്ട്രേഷൻ കിട്ടാനായിട്ട്. പക്ഷെ നമുക്കൊരു വർക്ക് വിസ കിട്ടണമെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ കിട്ടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ 3 മാസത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അവർ ജോബിന് എടുക്കത്തില്ല. അന്നേരം 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. ഇപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഒരു ക്യാൻഡിഡേറ്റ് 3 മാസത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും RN എക്സാമോ അതുപോലെ തന്നെ OSCEക്ക് അവിടെ പോകാം, തിരിച്ചു വരിക. അത് കഴിഞ്ഞ് ഇവിടെ നമ്മൾ 2 വർഷത്തെ എക്സ്പീരിയൻസ് ആക്കി എടുത്ത് വെച്ചിട്ട് നമ്മൾ വീണ്ടും വർക്ക് വിസ എടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു പ്രൊസീജിയറും ഇതിൻ്റെ ഒപ്പം വരുന്നുണ്ട്. ഇനി എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ക്യാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഓൾറെഡി ഉണ്ട്, പക്ഷേ പ്രൊസീജിയർ എല്ലാം മീറ്റ് ചെയ്ത് RN എക്സാമും OSCEയും പാസ്സായെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് രജിസ്ട്രേഷൻ കിട്ടി ജോബിന് നേരിട്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം. അതാണ് പ്രോസസ്സിങ്. PR-ഓട് കൂടി ഈ നേഴ്സുമാർക്ക് പോകാൻ പറ്റുമോ? PR-ഓട് കൂടിയിട്ട് നമുക്ക് ഓസ്ട്രേലിയക്ക് ഡയറക്റ്റ് പോകാൻ പറ്റത്തില്ല. അവിടുത്തെ നേഴ്സിംഗ് കൗൺസിലിന്റെ രജിസ്ട്രേഷൻ കിട്ടിയിട്ട് വേണം നമ്മൾ PR-ന് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ആ പ്രൊസീജിയറാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. RN എക്സാമും അതുപോലെ തന്നെ OSCE നമ്മൾ കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ GNM പഠിച്ചവരൊക്കെ ഇല്ലേ, അവർക്ക് എങ്ങനെ പുറത്തോട്ട് പോകണം എന്നൊക്കെ ആഗ്രഹം കാണുമല്ലോ. അവർക്ക് ഇങ്ങനെ പോകാൻ പറ്റുമോ? GNM മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയൻ ബോർഡ് അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഒരു പോസ്റ്റ് BSc കൂടി ഉണ്ടെന്നുണ്ടെങ്കിലേ ഉള്ളൂ അവർ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ.
അപ്പം GNM കഴിഞ്ഞ ഒരു കാൻഡിഡേറ്റിന് ഓസ്ട്രേലിയയിലേക്ക് പോകാൻ അവർക്ക് ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹയർ സ്റ്റഡീസ് പ്രിഫർ ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ലാംഗ്വേജ് റിക്വയർഡ് സ്കോർ കിട്ടിയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ UK അയർലൻഡോ എങ്ങോട്ടെങ്കിലും നമുക്ക് ഇത് വെച്ചിട്ട് പോകാൻ വേണ്ടി പറ്റും. അവിടുത്തെ രജിസ്ട്രേഷൻ കിട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഡയറക്റ്റ് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും ഓസ്ട്രേലിയക്ക്. അങ്ങനെയാണ് നമ്മൾ GNM കാൻഡിഡേറ്റ്സിനെ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. നമ്മളിപ്പം ഓസ്ട്രേലിയൻ നഴ്സുമാരെ പറ്റി ഓസ്ട്രേലിയക്ക് പോകുന്ന നഴ്സുമാരെ പറ്റിയാണല്ലോ ഇപ്പോൾ കൂടുതൽ സംസാരിച്ചത്. അപ്പം മറ്റുള്ള രാജ്യത്തോട്ട് പോകാനുള്ള അതർ കൺട്രീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മള് ന്യൂസിലാൻഡ് ഉണ്ട്, UK ഉണ്ട്, അയർലൻഡ് ഉണ്ട്. ന്യൂസിലാൻഡ് ആണെന്നുണ്ടെങ്കിലും ഓസ്ട്രേലിയയുടെ അതേ പ്രൊസീജിയർ തന്നെയാണ് RN എക്സാമും OSCEയും. പക്ഷെ അവിടെ 2 വർഷം ഒരു 1800 അവേഴ്സ് ആണ് നമുക്ക് അവിടെ എക്സ്പീരിയൻസ് വേണ്ടത്. 1800 അവേഴ്സ് എക്സ്പീരിയൻസും IELTS റിക്വയർഡ്, അല്ലെങ്കിൽ OET. അവിടെ IELTS OET മാത്രമേ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. ഓസ്ട്രേലിയ പോലെ PTA TOEFL അക്സെപ്റ്റ് ചെയ്യത്തില്ല. IELTS OET റിക്വയർഡ് സ്കോർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂസിലാൻഡിന് RN എക്സാം എഴുതി അവിടെ ചെന്ന് OSCEയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രജിസ്ട്രേഷൻ കിട്ടുന്നു. പിന്നെ നമ്മൾ വർക്ക് വിസയിലേക്ക് ചെയ്യുന്നു. വർക്ക് വിസയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം അവിടെ റെസിഡൻസി എടുക്കും, അതിനുശേഷം PR വെക്കും. അതാണ് ന്യൂസിലാൻഡിന്റെ പ്രൊസീജിയർ. ഇനി അതർ കൺട്രി, ഇനി UK അയർലൻഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ UK ആണെന്നുണ്ടെങ്കിൽ NMCയിലാണ് നമ്മൾ ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്നത്. ആ NMC അപ്ലൈ ചെയ്ത് നമുക്ക് അവിടുത്തെ CBT എക്സാമിനുള്ള അപ്രൂവലും കിട്ടി. എക്സാം എഴുതി കഴിയുമ്പോൾ NHSന്റെ ഇൻ്റർവ്യൂ എന്ന് വെച്ചാൽ നമുക്ക് ഗവൺമെന്റിന്റെ ഇൻ്റർവ്യൂ കിട്ടും. അത് ഫ്രീ റിക്രൂട്ട്മെന്റ് ആണ്. അവിടെ ചെന്ന് നമ്മൾ ജോബ് വിസയോട് കൂടിയിട്ട് കയറി ചെന്ന് അവിടെ OSCE എക്സാം പാസ്സായി കഴിയുമ്പോൾ പിൻ നമ്പർ കിട്ടും. പിന്നെ RN അവിടെ ഡയറക്റ്റ് കിട്ടുകയാണ് ചെയ്യുന്നത്. പിന്നെ കണ്ടിന്യൂ ചെയ്യണം. ഇതേ പ്രൊസീജിയർ തന്നെയാണ് അയർലൻഡും. അവിടെ നമ്മൾ NMBA ബോർഡിന് അപ്ലൈ ചെയ്യും. അൺബോർഡിന് അപ്ലൈ ചെയ്ത് അവിടുന്ന് നമുക്ക് ഡിസിഷൻ ലെറ്റർ കിട്ടുമ്പോഴത്തേക്ക് അവിടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും അഡാപ്റ്റേഷൻ എന്ന് പറയുന്ന കോഴ്സും ഉണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ ലെറ്ററിനകത്ത് ഏതാണോ പ്രിഫർ ചെയ്തേക്കുന്നത് അതനുസരിച്ച് നമ്മൾ ആ എക്സാം എഴുതി പാസ്സാകും. അപ്പോൾ എക്സാം എഴുതാൻ പോകാനായിട്ട് നമുക്ക് ഡയറക്റ്റ് വർക്ക് പെർമിറ്റ്, അവരുടെ തന്നെ HSCയുടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നമ്മൾ വർക്ക് പെർമിറ്റോട് കൂടിയിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. ഡയറക്റ്റ് വർക്ക് പെർമിറ്റിൽ ചെന്ന് അവിടെ ഈ ടെസ്റ്റ് എഴുതി പാസ്സായി കഴിയുമ്പോൾ അവിടെ പിൻ നമ്പർ കിട്ടുമ്പോൾ അവിടെ നമ്മൾ രജിസ്റ്റേർഡ് നേഴ്സ് ആവുകയാണ്. കാനഡയിൽ നമുക്ക് CRNE എക്സാം ആണ്. ഇത് 3 മാസത്തെ ഇവിടെ നിന്ന് നമുക്ക് കയറിപ്പോകണം. അപ്പം ഈ 3 മാസം നമുക്ക് ഇവിടെ നിന്ന് കയറിപ്പോയ എക്സാം എഴുതാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ കാനഡ നമ്മൾ ജെറന്റോളജി പോലുള്ള ഏതെങ്കിലും കോഴ്സിന് ഈ നഴ്സുമാരെ നമ്മൾ കയറ്റി വിട്ടേച്ചിട്ട് അതിനകത്ത് തന്നെ LPNന്റെ കോച്ചിങ് ഇൻക്ലൂഡ് ആയിട്ട് നമുക്ക് കിട്ടും. അങ്ങനെയാണ് കാനഡയുടെ RN എക്സാം എഴുതി പാസ്സാകുന്ന പിള്ളേരെ. എന്നുവെച്ചാൽ ഫസ്റ്റ് നമ്മൾ സ്റ്റുഡൻറ് വിസയ്ക്കാണ് കാനഡയ്ക്ക് കയറ്റി വിടുന്നത്. അവിടെ ചെന്ന് പഠിച്ചു കഴിഞ്ഞ് അവിടുത്തെ CRNE പാസ്സായി കഴിഞ്ഞ് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് നമുക്ക് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഇപ്പൊ ഈ നഴ്സിംഗ് കഴിഞ്ഞാലും കുറച്ച് ഗ്യാപ്പ് വരുന്ന പിള്ളേരൊക്കെ ഉണ്ടല്ലോ, കുറച്ച് 2 വർഷം ഒക്കെ ഒന്നും ചെയ്യാതെ വീട്ടിലിരുന്ന് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങോട്ടേലും പോകുന്നതിൽ പ്രശ്നമുണ്ടോ? അത് അവരെ ബാധിക്കുമോ? ഇല്ല, അവർക്ക് ഓൾറെഡി ലാസ്റ്റ് 5 ഇയേഴ്സിനകത്ത് ഈ പറഞ്ഞ അവരുടെ എക്സ്പീരിയൻസ് റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഓസ്ട്രേലിയക്ക് രജിസ്ട്രേഷൻ കിട്ടാനാണെങ്കിൽ 3 മാസത്തെ എക്സ്പീരിയൻസ് മതി. ഇനി ന്യൂസിലാൻഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ഗ്യാപ്പുള്ള ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്, പക്ഷെ ലാസ്റ്റ് 5 ഇയേഴ്സ് വരുമ്പോഴത്തേക്ക് 1800 അവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ എലിജിബിൾ ആണ്. അതിനുശേഷം നമ്മൾ സാധാരണ നമ്മൾ കാൻഡിഡേറ്റ് എടുത്ത് പറയുന്നത്, ഇപ്പോൾ ഇവിടെ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സ്റ്റിൽ വർക്കിന് കയറിയാൽ മതി. പ്രോസസ്സിങ് തീരുന്നിടം വരെ നമുക്ക് സ്റ്റിൽ വർക്കിംഗ് ആയിട്ട് നിൽക്കാമല്ലോ. അപ്പോഴത്തെ ആ ഗ്യാപ്പ് ഒരു പ്രശ്നമായിട്ട് നമ്മൾ പറയുന്നില്ല. റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്താൽ കാൻഡിഡേറ്റ് എലിജിബിൾ ആണ്. അപ്പം നമ്മൾ ഇത്ര നേരം നഴ്സിങ്ങിനെ പറ്റിയല്ലേ സംസാരിച്ചേ? ഈ മറ്റുള്ള കോഴ്സുകളില്ലേ, B.Pharm, PharmD, MSW, അങ്ങനെ പല കോഴ്സ് പഠിച്ചവർ കാണുമല്ലോ. അവർക്കൊക്കെ എങ്ങനെ പുറത്തോട്ട് പോകാനുള്ള? ഇപ്പം B.Pharm അതുപോലെ തന്നെ PharmD ഒക്കെ കഴിഞ്ഞ ഒരു സ്റ്റുഡൻ്റ് ആണ് നമുക്ക് വരുന്നതെങ്കിൽ അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മൈഗ്രേറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. പക്ഷെ മൈഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫാർമസി കഴിഞ്ഞവർ അവിടുത്തെ ലൈസൻസ് എക്സാം പാസ്സാകണം. എങ്കിലേ ഉള്ളൂ നമുക്ക് രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആയിട്ടുള്ള രീതിക്ക് നമുക്ക് പെർമനന്റ് റെസിഡൻസി ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു വർക്ക് വിസയിലോ പോകാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി അവർക്ക് കോഴ്സ് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ഷോർട്ട് കോഴ്സോ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹയർ കോഴ്സോ ഒക്കെ നമ്മളെടുത്ത് ഓസ്ട്രേലിയക്ക് വിടുകയാണ് ചെയ്യുന്നത്. ഇതാണ് പ്രൊസീജിയർ. ഇനിയിപ്പോൾ MSW കഴിഞ്ഞ ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവർ ഓൾറെഡി PG കഴിഞ്ഞവരാണ്, സോഷ്യൽ വർക്കറായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ കൗൺസിലറായിട്ടോ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ IELTS റിക്വയർമെന്റ്സ് ഇൻഡിവിജ്വൽ 7 ഉള്ള ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പെർമനന്റ് റെസിഡൻസി വെക്കാൻ പറ്റത്തുള്ളൂ. ഇനി വീണ്ടും ഒരു ഹയർ കോഴ്സിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പർപ്പസിനാണ് നമ്മൾ ഹയർ കോഴ്സ് എടുക്കുന്നതെന്നുള്ള
എവിഡൻസ് കൊടുത്താൽ മാത്രമേ ഉള്ളൂ നമുക്കൊരു ഹയർ സ്റ്റഡീസിന് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കിട്ടത്തുള്ളൂ. അതാണ് ഈ കാറ്റഗറി വരുന്നവർക്ക്. ഇനി അതല്ല, ഇനിയിപ്പം ഡിഗ്രി കഴിഞ്ഞ് വെച്ചിട്ട് അധികം എക്സ്പീരിയൻസ് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞിട്ട് 6 മാസമോ അല്ലെങ്കിൽ 1 വർഷത്തിനുള്ളിലുള്ള ഒരു കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെന്താണോ പഠിച്ചത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള PG കോഴ്സ്, ഡിപ്ലോമ കോഴ്സ്, അഡ്വാൻസ് ഡിപ്ലോമയ്ക്ക് നമുക്ക് വിടാൻ പറ്റും. ഓക്കെ ഓക്കെ. നമ്മളിപ്പോ 2-3 കോഴ്സിനെ പറ്റിയല്ലേ പറഞ്ഞുള്ളൂ. അല്ലാതെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ പിള്ളേര് കാണും, അങ്ങനെ പല കോഴ്സുകളില്ല. അങ്ങനെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് സ്ട്രീം ഒക്കെ നോക്കിയിട്ട് ഇപ്പം മെക്കാനിക്കൽ ആണ്, ഇലക്ട്രോണിക്സ് ആണ്, അതല്ല IT ആണ്, ഏതാണോ സ്ട്രീം അതിനെ ബേസ് ചെയ്തിട്ട് ഇപ്പം എഞ്ചിനീയർ കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റുഡന്റ് നമ്മുടെ അടുത്ത് വന്ന് മെക്കാനിക്കലും കഴിഞ്ഞ് അല്ലെന്നുണ്ടെങ്കിൽ ഡിഗ്രിയും കഴിഞ്ഞ് എക്സ്പീരിയൻസ് അതേ സ്ട്രീമിൽ തന്നെ എഞ്ചിനീയർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്നെങ്കിൽ നമുക്ക് ഹയർ കോഴ്സിനോ അല്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പെർമനന്റ് റെസിഡൻസിക്കോ നമുക്ക് വെക്കാൻ പറ്റും ഓസ്ട്രേലിയയിൽ. ഒരു ഡിഗ്രി കഴിഞ്ഞ ബികോം കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹയർ കോഴ്സ് പോകാൻ പറ്റും. എന്ന് വെച്ചാൽ മാസ്റ്റർ ഓഫ് പ്രൊഫഷണൽ അക്കൗണ്ടിങ്, മാസ്റ്റർ ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന കോഴ്സ് നമുക്ക് PG കോഴ്സിന് പോകാൻ പറ്റും. പക്ഷെ എക്സ്പീരിയൻസ് ഉള്ള ഒരു കാൻഡിഡേറ്റ് ആണ്, ലാംഗ്വേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെർമനന്റ് റെസിഡൻസിക്ക് വെക്കാൻ പറ്റും. പക്ഷെ അത് അക്കൗണ്ടന്റ് ആയിട്ട് വെക്കാൻ പറ്റത്തില്ല. അത് ഇന്റേണൽ ഓഡിറ്റർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള പെർമനന്റ് റെസിഡൻസിയാണ് വെക്കുന്നത്. ഈ അക്കൗണ്ടന്റ് ആയിട്ട് വെക്കണമെന്നുള്ള ഒരു സ്റ്റുഡന്റ് ആണ് നമുക്കിടത്ത് വരുന്നതെങ്കിൽ PR-ന് BComനും MComനും ഫസ്റ്റ് ക്ലാസ്സും IELTS അക്കാഡമിക് 7 ഉള്ള ഒരു കാൻഡിഡേറ്റ് 3 വർഷത്തെ എക്സ്പീരിയൻസോ അക്കൗണ്ട്സിലുണ്ടെന്നുണ്ടെങ്കിൽ വെക്കാൻ പറ്റത്തുള്ളൂ. ഇനി അതല്ല, അവർക്ക് ഹയർ കോഴ്സ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹയർ സ്റ്റഡി എടുത്തു കൊടുക്കാം. ബികോം പോലെ ഏത് ഡിഗ്രി കഴിഞ്ഞാലും ഏത് ഡിഗ്രി കഴിഞ്ഞവർക്കാണെങ്കിലും ഹയർ കോഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതായിരിക്കും കൂടുതൽ എളുപ്പം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോഴ്സ് പഠിച്ചു കഴിഞ്ഞ് നമ്മള് സ്റ്റേ ബാക്ക് കിട്ടുന്നു. സ്റ്റേ ബാക്ക് കിട്ടി കഴിയുമ്പോഴത്തേക്ക് അതിൽ നിന്നുകൊണ്ട് നമ്മൾ പെർമനന്റ് റെസിഡൻസിക്ക് വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു കാറ്റഗറി ലിസ്റ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പോയിന്റ്സ് മീറ്റ് ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും പെർമനന്റ് റെസിഡൻസി അവൈലബിൾ ആണ്. ഇപ്പം നമ്മുടെ ഇവിടെ ഒരു ഡിഗ്രി കഴിഞ്ഞൊരു കൊച്ചാണ്, നമ്മള് വല്ല എഞ്ചിനീയറിംഗ് കഴിഞ്ഞ കൊച്ചാണ്, അല്ലെ ബികോം ഇങ്ങനെ എന്തെങ്കിലും കഴിഞ്ഞ കൊച്ചുങ്ങളാണ് ഇപ്പൊ പോകുന്നെങ്കിൽ, നമ്മളിപ്പം നിങ്ങളിപ്പോ ഒരു സ്ഥലത്തോട്ട് വിടുകയാണെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൊച്ചിനവിടെ നിലനിൽക്കാനും PR കിട്ടാനും അവിടെ വർക്ക് വിസ കിട്ടാനും സഹായിക്കുന്ന കോഴ്സുകളായിരിക്കും കൂടുതലും നിങ്ങൾ സെലക്ട് ചെയ്ത് അങ്ങനെയുള്ള കോഴ്സസ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഒരാൾ വന്ന് നമ്മുടെ അടുത്ത് ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ എന്താണ് കഴിഞ്ഞത്, അപ്പൊ കോഴ്സിന്റെ സാധ്യതകൾ അവർ പറയുന്ന ഒരു കോഴ്സ് ഇപ്പം PR ലിസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ ലിസ്റ്റിൽ ഇല്ല എന്നുള്ളത് നമ്മൾ പറയും. എന്നിട്ടും ഇൻട്രസ്റ്റ് ആണ്, ജസ്റ്റ് കോഴ്സ് പഠിച്ച് തിരിച്ചു വരാനാന്ന് പറയുന്ന കാൻഡിഡേറ്റ്സിന് അതേ കോഴ്സ് തന്നെ നമ്മൾ ചൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സജഷൻസ് പറഞ്ഞു വെച്ചിട്ട് അത് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് നമുക്ക് ആ കോഴ്സ് തന്നെ ചൂസ് ചെയ്ത് വെച്ചിട്ട് പെർമനന്റ് റെസിഡൻസി ആയിട്ട് അവിടെ കണ്ടിന്യൂ ചെയ്യും. നിങ്ങളുടെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മളിപ്പം പിള്ളേരെ ആരെങ്കിലും ആവശ്യക്കാരോട് വരുവാണെങ്കിൽ ഏത് കൺട്രിയാണ് നിങ്ങൾ കൂടുതലും അവർക്ക് സജസ്റ്റ് ചെയ്യുക? നിങ്ങൾ നമ്മുടെ കാൻഡിഡേറ്റിന്റെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ കൂടുതലും, എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റ് കാണുമല്ലോ ഏത് കൺട്രിയാണ്. പിന്നെ UK അയർലൻഡ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് എപ്പോഴും ഓസ്ട്രേലിയ തന്നെയാണ് ഫാർ ബെറ്റർ. സാലറി ബേസ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ക്ലൈമറ്റ് ബേസ് ആണെന്നുണ്ടെങ്കിലും. അപ്പം ആ ഒരു ഇത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസ് മിക്കവരും തന്നെ ഓസ്ട്രേലിയ തന്നെയാണ് ചൂസ് ചെയ്യുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. നമ്മൾ ഇപ്പൊ പറഞ്ഞ ഈ കൺട്രികളൊക്കെ അല്ലാതെ ഇപ്പൊ ഒത്തിരി പേര് ജർമ്മനി അങ്ങനെ കുറെ രാജ്യങ്ങളിലോട്ട് ഒത്തിരി മാറി പോകാൻ ശ്രമിക്കുന്നുണ്ടല്ലോ, അതിനെപ്പറ്റി എന്തെങ്കിലും? ജർമ്മനി ഇപ്പം +2 കഴിഞ്ഞ ഒരു സ്റ്റുഡൻസിനാണെങ്കിൽ നേഴ്സിംഗ് ഫ്രീ ആണ്. അതുപോലെ തന്നെ വേറെ ഏത് കോഴ്സ് ആണെങ്കിലും IT ആയാലും എഞ്ചിനീയറിംഗ് ആയാലും ഇപ്പം കോഴ്സ് ഫ്രീ ആണ്. അതുകൊണ്ട് ജർമ്മനി ഒട്ടുമിക്ക സ്റ്റുഡൻസ് ഇപ്പം ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുന്നുണ്ട്. ജർമ്മനി മാത്രമേ ഉള്ളൂ അതോ അതുപോലെയുള്ള ജർമ്മനി പോലെ വേറെ ഏതെങ്കിലും? ജർമ്മനിയിലാണ് ഇപ്പം ഫുൾ സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. അതെ, ഓസ്ട്രേലിയയിലെല്ലാം നമുക്ക് അവരുടെ 20% അങ്ങനെ നമുക്ക് സ്കോളർഷിപ്പ് കിട്ടും. പക്ഷെ ഫസ്റ്റ് സെമസ്റ്ററിന്റെ ഫീസ് അടച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ നമുക്ക് സ്കോളർഷിപ്പ് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക്. നമ്മൾ എങ്ങോട്ട് പോയാലും നമ്മൾ ആദ്യത്തെ സെമസ്റ്ററിന്റെ ഫീസ് ഇവിടെ അവിടെ നമ്മൾ അടച്ചിട്ടല്ലേ പോകേണ്ടത്? നമ്മൾ ഓസ്ട്രേലിയ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സെമസ്റ്ററിന്റെ ഫീസ്, ന്യൂസിലാൻഡ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇയറിന്റെ ഫീസ്, UK ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇയറിന്റെ ഫീസ്, അയർലൻഡ് ആണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് ഇയറിന്റെ ഫീസ് അടച്ചു തന്നെയാണ് നമ്മൾ ഇവിടുന്ന് പോണത്. സ്കോളർഷിപ്പ് ഇപ്പൊ UK അയർലൻഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം 14,000 അല്ലെന്നുണ്ടെങ്കിൽ 15,000 യൂറോ അല്ലെങ്കിൽ പൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അതിന് 4,000 ഈ പറഞ്ഞ യൂറോയും പൗണ്ട് നമുക്ക് സ്കോളർഷിപ്പ് ആയിട്ട് ഇവിടുന്ന് തന്നെ അനുവദിക്കും. പിന്നെ ബാക്കി വരുന്ന അടച്ച് നമ്മൾ ഇവിടുന്ന് പോണത്. ഓസ്ട്രേലിയ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിന്റെ ഫീസ് അടച്ചു കഴിയുമ്പോഴത്തേക്ക് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സ്കോളർഷിപ്പ് അവൈലബിലിറ്റി കിട്ടി
സെക്കൻഡ് ഇയർ ആകുമ്പോഴത്തേക്ക് അത് കുറച്ചിട്ട് നമ്മൾ അടച്ചാൽ മതി. ന്യൂസിലാൻഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇയറിന്റെ ഫീസ് അടച്ച് തന്നെ ഇവിടുന്ന് പോയിട്ട് അവിടെ ചെന്നിട്ടാണ് ബാക്കി അവർ അറേഞ്ച് ചെയ്യുന്നത്. ഈ ബാക്കി എല്ലാവരുടെയും ഒരു സംശയം പോലെ ഞാൻ ചോദിക്കണമെന്നേ ഉള്ളൂ, നിങ്ങൾക്ക് അത് പറയാൻ ബുദ്ധിമുട്ടാണോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ഏത് IELTS ഉണ്ട്, TOEFL ഉണ്ട്, പിന്നെ പല ഇതുണ്ടല്ലോ, ഏതാണ് എല്ലാ പിള്ളേർക്കും പഠിച്ചെടുക്കാൻ എളുപ്പം, ഏതാണ് കൂടുതലും? PT ആണ് കുട്ടികൾ കൂടുതലും പഠിച്ചെടുക്കാൻ. എന്ന് വെച്ചാൽ ഇപ്പം 10 ദിവസമോ 15 ദിവസമൊക്കെ അവർ ഓൺലൈൻ കോച്ചിങ് എടുത്താലും അതുപോലെ തന്നെ ഡയറക്റ്റ് പോയി കോച്ചിങ് എടുത്താലും പെട്ടെന്ന് സ്കോർ കിട്ടുന്നത് ഇപ്പം PT ആണ്. അതുകൊണ്ട് ഇപ്പോൾ ഓസ്ട്രേലിയ ചൂസ് ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ അടുത്ത് വന്നേക്കുന്ന ഓൾമോസ്റ്റ് ഒരു 75% ഓഫ് കാൻഡിഡേറ്റ്സും PT തന്നെയാണ് എഴുതിയേക്കുന്നത്. പിന്നെ IELTS OET എഴുതിയിട്ടുണ്ട്. അത് സിംഗിൾ സിറ്റിംഗ് കിട്ടുന്നത് വളരെ റെയർ ആയിട്ടാണ് ഇപ്പൊ കിട്ടുന്നത്. പക്ഷെ ക്ലബിങ് കിട്ടുന്നുണ്ട്. ക്ലബിങ് ഓപ്ഷനിൽ മിക്ക പിള്ളേരും ഇപ്പം ഈ കൺട്രിയിലെല്ലാം മൂവ് ചെയ്യുന്നുണ്ട്. ഇത് ഓസ്ട്രേലിയ മാത്രം മതിയോ ആണോ ഈ PT? ബാക്കി ഏത് രാജ്യത്താണെങ്കിലും സ്റ്റുഡന്റ് പ്രോഗ്രാമിന് PTA ബാക്കി കൺട്രി എടുക്കുന്നുണ്ട്. പക്ഷെ ന്യൂസിലാൻഡ് നേഴ്സിംഗ് കൗൺസിൽ OETയും IELTSും മാത്രമേ എടുക്കത്തുള്ളൂ. അതേപോലെ തന്നെ UK-യും അയർലൻഡും OETയും IELTSും മാത്രമേ എടുക്കത്തുള്ളൂ. ഓസ്ട്രേലിയ മാത്രമേ ഉള്ളൂ PTയും TOEFLും IELTS OET എടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഇപ്പൊ ഒത്തിരി പിള്ളേർ +2 കഴിഞ്ഞ് അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന പുറത്തോട്ടാണ് കൂടുതലും പോകുന്നത്. അവർക്ക് സഹായമായിട്ടുള്ള ഏത് എങ്ങനെയാ പോകണ്ടേ, ഏത് കോഴ്സ് അവിടെ തിരഞ്ഞെടുക്കണ്ടേ, ഏത് സ്ഥലമാണ് നല്ലേ, അങ്ങനെയൊന്നും അറിയത്തില്ല. അത് ഒത്തിരി പേര് അങ്ങനെ അതിനെ പറ്റി ആഗ്രഹിച്ചിരിപ്പുണ്ട്. അവർക്കുള്ളൊരു മറുപടി എന്തെങ്കിലും തരാൻ പറ്റുമോ? അത് +2 കഴിഞ്ഞ ഒരു സ്റ്റുഡന്റ് ഇപ്പം 18 വയസ്സാകുന്നേ ഉള്ളായിരിക്കും. അപ്പൊ അവർക്ക് ഏത് പ്ലേസ് ചൂസ് ചെയ്യണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇപ്പം സ്കോളർഷിപ്പായിട്ട് ഇപ്പം ഇച്ചിരി പുറകോട്ട് നിൽക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ സ്കോളർഷിപ്പായിട്ട് നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ ജർമ്മനി തന്നെ ചൂസ് ചെയ്യാൻ വേണ്ടി പറയും. ഇനി ഒരു നല്ലൊരു ഇന്റർനാഷണൽ എന്ന് വെച്ചാൽ ജർമ്മനിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ജർമ്മൻ ലാംഗ്വേജ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പം അത് ഒരു ബുദ്ധിമുട്ട് പറയുന്ന ഒരു കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത കൺട്രി എന്ന് പറയുന്നത് ഓസ്ട്രേലിയയോ അല്ലെന്നുണ്ടെങ്കിൽ ന്യൂസിലാൻഡോ നമ്മൾ ചൂസ് ചെയ്യാനാണ് പറയുന്നത്. ഇപ്പൊ ഓസ്ട്രേലിയ ആയാലും ന്യൂസിലാൻഡ് ആയാലും ഇപ്പം നമുക്ക് കൂടുതൽ പാർട്ട് ടൈമിന്റെ ഇതെല്ലാം വന്നേക്കുന്ന കാരണം കൊണ്ട് കുട്ടികൾ കൂടുതൽ ഇപ്പോൾ ഓസ്ട്രേലിയ ന്യൂസിലാൻഡും ചൂസ് ചെയ്യുന്നുണ്ട്. UK ഒക്കെ ഒത്തിരി പിള്ളേര് UK-ല് ഒത്തിരി സ്റ്റുഡൻസ് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇച്ചിരി കുറവാണ്. ജർമ്മനിക്ക് പോകുന്ന പിള്ളേർക്ക് ജർമ്മൻ ഇവിടെ പാസ്സായിട്ട് പോകണമെന്ന് ജർമ്മൻ പാസ്സായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് നമുക്ക് ഇപ്പൊ ഒരു വർഷത്തെ ഒരു സ്റ്റുഡിയോ മോൾ എന്ന് പറയുന്ന ഒരു കോഴ്സ് നമ്മൾ എന്തായാലും അവിടെ എടുക്കണം. +2 കഴിഞ്ഞ ഒരു സ്റ്റുഡന്റ് അപ്പൊ ഇവിടുന്ന് ചെയ്തിട്ട് പോകുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചിട്ടുള്ള ക്ലാസ് അവിടെ അറ്റൻഡ് ചെയ്ത് ബാക്കി നമ്മൾ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ +2 കഴിഞ്ഞ പിള്ളേർക്കും ഫീസ് അങ്ങനെ അവിടെ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ അതിനുള്ള ഫീസൊക്കെ അങ്ങനെ നമ്മളിവിടെ ഒരു സെമസ്റ്ററിന്റെ ജർമ്മനിയാണോ? ജർമ്മനിയിൽ ഫീസ് ഇല്ലല്ലോ. ജർമ്മനി ഫീസ് ഇല്ല. മറ്റുള്ള ഓസ്ട്രേലിയ ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ഒരു വർഷത്തെ ഫീസ് എന്ന് പറയുന്നത് ഏകദേശം 32,000 ഓസ്ട്രേലിയൻ ഡോളർ പെർ ഇയർ ആണ് ട്യൂഷൻ ഫീസ് വരുന്നത്. അത് യൂണിവേഴ്സിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേരിയബിൾ ആണ്. 37,000 ഓസ്ട്രേലിയൻ ഡോളർ വരെയുള്ള യൂണിവേഴ്സിറ്റി ഉണ്ട് നമുക്ക് ഫീസ്, ഒരു വർഷത്തെ ഫീസ്. അങ്ങനെ ഇപ്പോൾ ഒരു നേഴ്സിംഗ് ഒരു സ്റ്റുഡന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3 വർഷത്തെ കോഴ്സാണ്. 3 വർഷത്തെ എന്ന് പറയുമ്പോഴത്തേക്ക് ആ 35,000 യൂണിവേഴ്സിറ്റി ഉള്ള ഫീസുള്ള യൂണിവേഴ്സിറ്റി ഉണ്ട്, അല്ലെങ്കിൽ 32,000 ഓസ്ട്രേലിയൻ ഡോളർ ഉള്ള യൂണിവേഴ്സിറ്റി ഉണ്ട്. അപ്പൊ അതേ × 3 ആണ് നമുക്ക് ട്യൂഷൻ ഫീസ് വരുന്നത്. അപ്പൊ ആ ട്യൂഷൻ ഫീസും അതുപോലെ തന്നെ ലിവിങ് എക്സ്പെൻസസും ഒരു ടിക്കറ്റ് ചാർജും മീറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റുഡൻസിന്റെ അടുത്ത് ഫണ്ട് അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറയും. നമ്മൾ ഇവര് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്കുള്ള കുറച്ച് സമയത്ത് അവർക്കൊരു താമസം കിട്ടുന്നിടം വരെയുള്ള സൗകര്യമൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുകയല്ലേ? അക്കോമഡേഷൻ ആണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി ത്രൂ നമുക്ക് അക്കോമഡേഷൻ, ഇപ്പം നമ്മൾ വിടുന്ന യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ തന്നെ അക്കോമഡേഷൻ അവൈലബിൾ ആണ്. അപ്പം നമ്മൾ ഇവിടുന്ന് എല്ലാം കംപ്ലീറ്റ് ആയി വിസ വന്ന ഒരു കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ആ സമയം ആകുമ്പോഴത്തേക്ക് നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ അക്കോമഡേഷന് വേണ്ടിയിട്ടുള്ള പ്രിഫറൻസ് കൊടുക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് പ്രീവിയസ് പോയ സ്റ്റുഡൻസിന്റെ റെഫറൻസിൽ അവരുടെ അടുത്ത് നമ്മൾ സ്റ്റുഡൻസിനെ താമസിപ്പിക്കുന്നുണ്ട്. ഓക്കെ. നമ്മൾ നേരത്തെ അവിടെ പോയ പിള്ളേരുടെ അടുത്തോട്ട് ആ പിള്ളേരെ ഏർപ്പാടാക്കി പിള്ളേർക്ക് സൗകര്യങ്ങളൊക്കെ കൊടുക്കും. ഓക്കെ. അതുപോലെ ഈ ഫീസൊക്കെ എന്തോരാവുന്നു? ഫീസ് ഒരു വർഷം 15-16 ലക്ഷം രൂപയാണ് ട്യൂഷൻ ഫീസ്. എങ്ങോട്ട്? ഓസ്ട്രേലിയ. ഓക്കെ. ന്യൂസിലാൻഡ് ആണെന്നുണ്ടെങ്കിൽ 12-13 ലക്ഷം രൂപ പെർ ഇയർ. പിന്നെ മറ്റേ UK അയർലൻഡും 14 ലക്ഷം രൂപയാണ് UK വരുന്നത്.
13 ലക്ഷം രൂപയാണ് അയർലൻഡ് വരുന്നത് പെർ ഇയർ. ഓക്കെ. നമ്മൾ കെട്ടി വെച്ചിട്ട് പോകേണ്ടത് ഇവിടുന്ന് ട്യൂഷൻ പോകണം. അടച്ചിട്ട് പോകേണ്ടത്. നമുക്ക് മൈഗ്രേഷൻ ചെയ്ത് പോകാൻ പറ്റുന്ന ഏതേലും ഡയറക്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നത് എവിടെയാണ്? ഡയറക്റ്റ് നമുക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ആണ്. ഓക്കെ. അതിന്റെ അസിസ്റ്റൻസ് ഉണ്ട്. അത് നിങ്ങൾ ഇവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ടോ? അസിസ്റ്റൻസ് ഉണ്ട് നമുക്ക് ഇവിടുന്ന്. നമ്മുടെ മൈഗ്രേഷൻ ലോയേഴ്സ് ഓസ്ട്രേലിയയിലാണ്. അപ്പൊ അവർ ത്രൂ നമ്മൾ ആ പ്രോസസ്സിംഗ് എല്ലാം ഇവിടുന്ന് തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പം നഴ്സിംഗ് കഴിഞ്ഞ് രജിസ്ട്രേഷൻ ഓസ്ട്രേലിയയുടെ കിട്ടിയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് PR വെച്ചിട്ട് ഓസ്ട്രേലിയക്കോ അല്ലെന്നുണ്ടെങ്കിൽ ന്യൂസിലാൻഡോ നമുക്ക് പോകാൻ വേണ്ടി പറ്റും, രജിസ്ട്രേഷൻ കിട്ടുന്ന കാൻഡിഡേറ്റ്സിന്. ഇനി അത് പ്രൊഫഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ റിക്വയർമെന്റ്സ് നമ്മൾ ചെക്ക് ചെയ്ത് എലിജിബിലിറ്റി മീറ്റ് ചെയ്ത് പോയിന്റ്സും മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള അസിസ്റ്റൻസ് നമ്മൾ ഇവിടുന്ന് കൊടുത്ത് ഡയറക്റ്റ് PR എന്നുള്ള ഓപ്ഷനിലേക്ക് നമുക്ക് ഓസ്ട്രേലിയയും ന്യൂസിലാൻഡും നമുക്ക് ചെയ്യാൻ പറ്റും. അതർ ടൈപ്പ് ഓഫ് വിസ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? അതൊക്കെ അത് ഏത് കൺട്രിയിലുള്ള നിങ്ങൾ ചെയ്യണേ? ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് നമ്മൾ അതർ വിസാസ് ചെയ്യുന്നുണ്ട്. വിസിറ്റിംഗ് വിസ. ദാറ്റ് മീൻസ് വിസിറ്റിംഗ് വിസ, പേരൻസിനുള്ള വിസ, അങ്ങനെയുള്ള വിസകളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനി പേരൻസ് അവിടെ ഒറ്റ മോളാണ് അല്ലെന്നുണ്ടെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് മുഴുവൻ ഓസ്ട്രേലിയയിലാണ്, അവർ ഓസ്ട്രേലിയൻ PR അല്ലെന്നുണ്ടെങ്കിൽ അവിടെ സിറ്റിസണോ ആയിട്ടുണ്ട്, പേരൻസ് ഇവിടെ തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ അവർക്കുള്ള പേരൻസ് കോൺട്രിബ്യൂട്ടറി വിസാസ് അങ്ങനെയുള്ള എല്ലാം നമ്മൾ അസിസ്റ്റൻസ് ഇവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്. അതിനുള്ള എല്ലാ സഹായം ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടുന്ന് കയറ്റി വിട്ട ഒരു കുട്ടിക്ക് പുറത്തെവിടെയാണ് അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് അവിടെ PR കിട്ടാൻ ഉള്ള എന്തെങ്കിലും ഹെൽപ്പ് നിങ്ങൾ ഇവിടുന്ന് ചെയ്ത് കൊടുക്കും? തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ഇപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഏത് ടൈപ്പ് ഇപ്പം അവർക്ക് വർക്ക് വിസ കൺവേർട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിലും റെസിഡൻസി ആണെന്നുണ്ടെങ്കിലും എല്ലാ വിസാസും നമ്മൾ ഇവിടെ നിന്നുള്ള അസിസ്റ്റൻസ് നമ്മുടെ ഇവിടെ നിന്ന് കൊടുക്കുന്നതായിരിക്കും. അതിനുള്ള എല്ലാ ഹെൽപ്പ് നിങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഈ +2 കഴിഞ്ഞ് ആൺപിള്ളേരോ പെൺപിള്ളേരോ ഒക്കെ വിടുമ്പം ശരിക്കും കാരണന്മാർക്ക് അവരുടെ മാതാപിതാക്കൾക്ക് ഒരു ബുദ്ധിമുട്ട് കാണും. കൊച്ചു +2 കഴിഞ്ഞല്ലേ ഉള്ളൂ, ഇപ്പോഴേ വിട്ടാൽ ഒന്നത് അവർക്കൊരു കൊച്ചാണത്, ഇത്രയും ചെറുപ്പത്തിലേ വിട്ടാൽ ശരിയാവുമോ, +2 കഴിഞ്ഞ് അവിടെ പോയാൽ കുഴപ്പമുണ്ടോ, അങ്ങനെ അവർക്കൊരു എപ്പോഴും ഒരു ടെൻഷൻ കാണും. മാതാപിതാക്കന്മാർക്ക് എപ്പോഴും ഒരു ബുദ്ധിമുട്ട് കാണുമല്ലോ. അപ്പൊ അതിനെന്തെങ്കിലും ഒരു മറുപടി ഞാനൊന്ന് പറയാനുള്ളേ? +2 കഴിഞ്ഞ് പോകണ പിള്ളേർക്ക് കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല. കാരണം +2 കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഹയർ സ്റ്റഡീസിന് വിദേശത്ത് പോകുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്റർ. എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇയർ ലാഗ് ആകത്തില്ല. എന്ന് വെച്ചാൽ ഒരു നഴ്സിംഗ് എടുക്കാൻ പോകുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിലും അതല്ല ഒരു അതർ കോഴ്സ് എടുക്കാൻ പോയ സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിലും അങ്ങേയറ്റം വന്നു കഴിഞ്ഞാൽ 3 to 4 years നമുക്ക് വരുന്നുള്ളൂ. ഇപ്പൊ നഴ്സിംഗ് ആണെങ്കിൽ 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് രജിസ്ട്രേഷൻ കിട്ടി ജോബ് കിട്ടുവാണ്. അപ്പൊ ആള് ഒരു 10-20 വയസ്സാകുമ്പോഴത്തേക്ക് തന്നെ അല്ലെന്നുണ്ടെങ്കിൽ 21 വയസ്സാകുമ്പോൾ തന്നെ ഏൺ ചെയ്യാൻ വേണ്ടി തുടങ്ങുവാണ്. അപ്പോൾ അതൊരു ബെറ്റർ ഓപ്ഷൻ ആണ് +2 കഴിഞ്ഞിട്ട് നമ്മളൊരു സ്റ്റുഡന്റ് പോവാന്നുള്ളത്. പിന്നെ അത് മാത്രമല്ല, നമ്മളിവിടെ 3 വർഷം അല്ലെന്നുണ്ടെങ്കിൽ 4 വർഷം ഒരു BSc നഴ്സിംഗ് ഇവിടെ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ പാർട്ട് ടൈം വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ ഇന്ത്യയിലില്ല. പക്ഷേങ്കിൽ വിദേശത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് 20 hours അവർക്ക് വേണ്ടിയിട്ടുള്ളത് അവർക്ക് ഏൺ ചെയ്യാൻ പറ്റും. അപ്പം കുട്ടികൾ അവിടെ എപ്പോഴും നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് വളരാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാവുകയാണ്. എന്ന് വെച്ചാൽ എല്ലാം മനസ്സിലാക്കി, എല്ലാ ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കി. ഇപ്പൊ സ്റ്റുഡന്റ് ആയിട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ എല്ലാ കാര്യങ്ങളും തനിച്ചാണ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കുള്ള ഫുഡ്, അവർ ഇപ്പം വീട്ടിൽ നിന്ന് നമ്മൾ പോകുമ്പോഴത്തേക്ക് അമ്മയായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്, വരും, റെസ്പോൺസിബിലിറ്റി കൂടുകയാണ്. അപ്പോൾ എപ്പോഴും +2 കഴിഞ്ഞിട്ട് പോകുന്ന സ്റ്റുഡൻസ് ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് ഞാൻ പറയത്തുള്ളൂ. ഓഡിയോളജിസ്റ്റ് കഴിഞ്ഞ ഒരാൾക്ക് അങ്ങോട്ട് PR കൂടി പോകാൻ പറ്റുമോ? നമുക്ക് എക്സ്പീരിയൻസും ഉണ്ട്. IELTS റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓഡിയോളജിസ്റ്റ് ആയിട്ട് തന്നെ പെർമനന്റ് റെസിഡൻസി വെക്കാൻ പറ്റും. ഓക്കെ. അതുപോലെ റേഡിയോഗ്രാഫി റേഡിയോഗ്രാഫർ ഒക്കെ കഴിഞ്ഞ ഒരു കാൻഡിഡേറ്റ് ആണ് വരുന്നെങ്കിൽ അവിടുത്തെ നമുക്ക് രജിസ്ട്രേഷൻ കിട്ടാതെ പറ്റത്തില്ല. അത് തിയറി എക്സാം ഇവിടെ എഴുതി പ്രാക്ടിക്കൽ അവിടെ പോയി തന്നെ ചെയ്യണം. അത് പാസ്സായാൽ മാത്രമേ ഉള്ളൂ രജിസ്റ്റേർഡ് റേഡിയോളജിസ്റ്റ് ആയിട്ട് നമുക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ജോബിനോ അല്ലെന്നുണ്ടെങ്കിൽ പെർമനന്റ് റെസിഡൻസിക്ക് വെക്കാൻ പറ്റത്തുള്ളൂ. അതെല്ലാം ഹെൽത്ത് റിലേറ്റഡ് വരുന്നതാണ്. ഹെൽത്ത് റിലേറ്റഡ് വരുന്ന എന്ത് ടൈപ്പ് കാറ്റഗറിയിലുള്ള പ്രൊഫഷൻ ആണെന്നുണ്ടെങ്കിലും അവിടുത്തെ ലൈസൻസ് എക്സാം പാസ്സാകണം. അതിന്റെ ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമാണ് നമ്മളുടെ ഈ നഴ്സുമാർ അവിടെ ചെയ്യുന്നത്. ഇപ്പം നിമിഷയൊക്കെ പോയ സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ അയൺ പ്രോഗ്രാം ആണ്, അഡാപ്റ്റേഷൻ പ്രോഗ്രാം ആണ് അവർ കംപ്ലീറ്റ് ചെയ്തത്. പക്ഷെ അത് മാറിയിട്ട് ഇപ്പൊ അവർ RN എക്സാം ഓസ്കീം പറഞ്ഞു. അപ്പൊ ആ ലൈസൻസ് എക്സാം നമ്മൾ പാസ്സാകാന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഇപ്പം ഡോക്ടർമാരുടെ കാറ്റഗറി വന്നു കഴിഞ്ഞാലും അവരെല്ലാം എലിജിബിൾ ആണ് പോകാനായിട്ട്. പക്ഷെ അവരെ അവിടുത്തെ എക്സാം പാസ്സാകണം. അത് തിയറി നാട്ടിലാണ്, ഡൽഹിയിലാണ് എഴുതുന്നത്.
ദെൻ നമ്മൾ പ്രാക്ടിക്കൽ അവിടെ പോയിട്ട് പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് അവരുടെ നെക്സ്റ്റ് പ്രൊസീജിയറിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഹെൽത്ത് റിലേറ്റഡ് വരുന്നത്. അതുപോലെ തന്നെ ചിലർ പറഞ്ഞേക്കാം നമ്മള് മെഡിക്കൽ ഫീൽഡിൽ ആളുടെ അവിടെ ചെന്നിട്ടാണ് പഠിക്കാനൊക്കെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് PR കിട്ടും, അങ്ങനെ വല്ല പ്രത്യേകതയുണ്ടോ? അത് മെഡിക്കൽ ഫീൽഡ് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് അവിടുത്തെ സ്വാഭാവികമായിട്ടും ഡിമാൻഡ് ലിസ്റ്റിൽ നിന്ന് മാറാത്ത കാറ്റഗറിയാണ് ഈ മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതാണ് മിക്കവരും തന്നെ മെഡിക്കൽ ഫീൽഡ് ചൂസ് ചെയ്ത് വെച്ചിട്ട് ഈ പറഞ്ഞ കൺട്രിയിലെല്ലാം കയറിപ്പോകുന്നത്. ഏത് കൺട്രി ആണെങ്കിലും മെഡിക്കൽ ഫീൽഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് സെറ്റിൽ ആകും. ഓക്കെ ഓക്കെ. നമ്മളിവിടെ എന്ത് കോഴ്സ് പഠിച്ചാലും അതുമായിട്ട് ബന്ധപ്പെട്ടല്ല നമ്മൾ പുറത്തു നിന്ന് കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ PR കിട്ടാൻ എളുപ്പമായിട്ടും അങ്ങനെ അതിനുള്ള സഹായിക്കുന്ന കോഴ്സുകളായിരിക്കൂലേ നമ്മൾ തിരഞ്ഞെടുത്ത് കൊടുക്കുന്നവർക്ക്? അപ്പൊ മെഡിക്കല് തന്നെ നിർബന്ധമുണ്ടോ? മെഡിക്കൽ എടുത്താലാണ് ഇച്ചിരി എളുപ്പം, നമ്മളതാണ് കൂടുതൽ? ഇല്ല, അങ്ങനെയില്ല. നമുക്കിപ്പം ഏത് കാറ്റഗറി ആണെന്നുണ്ടെങ്കിലും അവരുടെ റൂൾ ചേഞ്ച് എന്ന് പറയുന്ന സമയത്ത് ഇതെല്ലാം കാറ്റഗറി ലിസ്റ്റിൽ നിന്ന് റിമൂവ് ആകും. അപ്പൊ അന്നേരം നമ്മൾ ആ വർഷം നമുക്ക് വെക്കാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് വർഷം നമുക്ക് ഇതേ ലിസ്റ്റ് തന്നെ വീണ്ടും അവർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ലിസ്റ്റിലുണ്ടെങ്കിൽ നമുക്ക് റെസിഡൻസിക്കോ എന്ത് വേണമെങ്കിലും നമുക്ക് വെക്കാം. ലിസ്റ്റിൻ്റെ ഇതനുസരിച്ചിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വർഷവും അവരുടെ ഫിനാൻഷ്യൽ റൂളുണ്ട്. ആ റൂള് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് ഏത് കോഴ്സ് എടുത്താലും, ഇപ്പം ഷെഫ് നമ്മളൊരു ഉദാഹരണം പറയുകയാണ്, ഷെഫ് കോഴ്സ് നമ്മളിപ്പോൾ എടുക്കാൻ പറ്റുന്ന ഒരു BHM കഴിഞ്ഞ ഒരു സ്റ്റുഡൻസ് അതിൻ്റെ ഒരു ഹയർ കോഴ്സിന് അങ്ങോട്ട് പോവുകയാണ്, അല്ലെങ്കിൽ +2 കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ്റ് BHM എടുക്കാൻ വേണ്ടി പോവുകയാണ്. പക്ഷെ ആ കുട്ടി പോയ സമയത്ത് ഇത് ലിസ്റ്റിലുണ്ട്, ഷെഫുമാർക്ക് നല്ല ഡിമാൻഡായിരുന്നു. പക്ഷെ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ലിസ്റ്റിൽ നിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടി എലിജിബിൾ അല്ല. അപ്പം നമ്മളത് പറഞ്ഞു തന്നെയാണ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് വിടുന്നത്. എല്ലാ വർഷവും ഡിമാൻഡ് ലിസ്റ്റ് മാറും. അപ്പൊ അതനുസരിച്ച് നമുക്ക് ചില ഏറ്റക്കുറച്ചിലുകൾ വരും. അപ്പം പക്ഷെ നമ്മൾ ഇപ്പോൾ ഒരു വർക്ക് വിസ കിട്ടുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവർ വെയിറ്റ് ചെയ്യും കുട്ടികൾ. അപ്പൊ നെക്സ്റ്റ് ലിസ്റ്റ് വരുന്ന അനുസരിച്ച് സ്റ്റുഡൻസ് അടുത്ത പെർമനന്റ് റെസിഡൻസിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ MS ഒക്കെ ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ BTech ഒക്കെ കഴിഞ്ഞു എന്നിട്ട് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്ന അങ്ങനത്തെ പിള്ളേരെ അതൊക്കെ വിടുന്നില്ലേ? അപ്പൊ അവർക്കാണേലും ചെയ്യേണ്ട അവിടെ നമ്മൾ പഠിച്ചതിന് ബാക്കിയാണോ അവിടെ പഠിച്ചതിന്റെ ബാക്കിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം നമ്മൾ എഞ്ചിനീയറിംഗ് ഇപ്പം BTech ഇവിടുന്ന് കഴിഞ്ഞു, അല്ലെങ്കിൽ മെക്കാനിക്കൽ കഴിഞ്ഞ് വെച്ചിട്ട് അവർക്ക് താല്പര്യമാണ് നഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അഡ്മിഷൻ ഇപ്പോഴത്തെ പുതിയ റൂൾ അനുസരിച്ച് കിട്ടത്തില്ല. അവരെന്താണോ കഴിഞ്ഞത് അതിന് തന്നെ ഒട്ടുള്ള കോഴ്സ് തന്നെ നമ്മൾ ചൂസ് ചെയ്ത് പോകണം. എങ്കിലേ ഉള്ളൂ അവരുടെ റിക്വയർമെന്റ്സ് മീറ്റ് ആയിട്ട് നമ്മൾ സക്സസ്ഫുള്ളി വിസ ഗ്രാൻഡ് ആയിട്ട് ഒരു സ്റ്റുഡൻറ്റിന് കയറി പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പം ഞങ്ങൾക്ക് ഇത്രയും ഉപകാരമായിട്ട് ഇത്ര എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ ഞങ്ങളിപ്പോൾ ഇത് നമ്മൾ മറ്റുള്ളവരുടെ ചാനലിൽ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആൾക്കാർക്ക് കുറേ സംശയങ്ങൾ വന്നു. പിന്നെയും കൂടുതൽ സംശയമുള്ളവര് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾ അതിന് മറുപടി കൊടുക്കുവോ? തീർച്ചയായിട്ടും. നിങ്ങളുടെ നമ്പറും നിങ്ങളുടെ കാര്യങ്ങൾ കൊടുക്കുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. അപ്പം അത് ഞങ്ങളൊന്ന് മെൻഷൻ ചെയ്ത് അതിനുള്ള മറുപടി ഇനി ആവശ്യമുള്ള പിള്ളേര്, നിങ്ങൾക്ക് പോകേണ്ട പിള്ളേരായിരിക്കാം, ചിലപ്പം അവർ നിങ്ങളുമായിട്ട് ബന്ധപ്പെടും. അല്ലെങ്കിൽ ചില സംശയങ്ങളായിരിക്കാം, ചിലപ്പം പോകാൻ ഓൾറെഡി എവിടെയെങ്കിലും കൊടുത്തായിരിക്കാം, അല്ല അങ്ങനെയുള്ള എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പം ചിലരുണ്ടല്ലോ സ്വന്തമായിട്ട് സ്വന്തമായിട്ട് ഇതെങ്ങനെ ഓൺലൈനൊക്കെ ആയിട്ട് അങ്ങനെ നീങ്ങുന്ന പിള്ളേരും കാണും. അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കുന്നതായിരിക്കും. കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതേ നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പം ന്യൂസിലൻഡിന് വിസ കിട്ടിയൊരു കൊച്ചുണ്ട്. നമുക്ക് അവനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം കേട്ടോ. അവന്റെ പേരെന്നാടാ? എന്റെ പേര് ആൽബി. എത്ര നാളായി കൊച്ചു ഇവിടെ ഇത് പോകാൻ വേണ്ടി ഫയൽ ചെയ്തിട്ട്? 3 മാസമായി. 3 മാസങ്ങളല്ലേ? ഓക്കെ. കൊച്ചു എങ്ങോട്ടാ പോണേ? ന്യൂസിലൻഡില്. എന്നെ ഏത് കോഴ്സാണ് എടുക്കുന്നത്? ഞാൻ BSc നഴ്സിംഗ്. BSc നഴ്സിംഗ്. ഓക്കെ. ന്യൂസിലൻഡിൽ എവിടെയാ സ്ഥലം? പാംസ്റ്റൺ നോർത്ത്. അവിടെ എങ്ങനെയാ പഠിത്തം കഴിഞ്ഞ സ്റ്റേ ബാക്ക് ഒക്കെ എങ്ങനെ? സ്റ്റേ ബാക്ക് 3 years ആണ് ഇപ്പൊ സ്റ്റേ ബാക്ക് നമുക്കുള്ളത്. ഓക്കെ. അപ്പം ബെസ്റ്റ് വിഷസ് കേട്ടോ. താങ്ക് യു. അപ്പോൾ ഇതേ ഞങ്ങൾ കോട്ടയത്ത് പോയിട്ട് വന്നു. അപ്പം നിങ്ങൾ കണ്ടു കാണും, നിങ്ങളുടെയൊക്കെ കുറേയൊക്കെ സംശയങ്ങൾ തീർന്നു കാണും. എനിക്കറിയാവുന്ന പോലെയൊക്കെ ഞാൻ അവരോട് ചോദിച്ച് എല്ലാം പറയിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പിള്ളേരെ വിടാൻ ആഗ്രഹിക്കുന്നവർക്കും പോകാൻ ആഗ്രഹിക്കുന്ന പിള്ളേർക്കും എല്ലാവരും അത് കാണണം. അതുപോലെ തന്നെ എല്ലാവരും ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പം നിമിഷേനയാണേലും അവിടെ വിട്ടത് ഇവർ തന്നെയാണ് വിട്ടത്, ഈ LNMകാരെയാണ് വിട്ടത്. അതുപോലെ തന്നെ ഇപ്പം നമ്മളവിടെ ഇരുന്നപ്പോഴും ഒരു കൊച്ചിനെ കണ്ടല്ലോ, ആ കൊച്ചാണെങ്കിലും പെരുമ്പാവൂരുള്ള കൊച്ചാട്ടോ. അവൻ വന്ന് അവിടെ കൊടുത്തിട്ട് 3 മാസം ആയുള്ളൂ എന്ന് പറഞ്ഞു. നിമിഷയുടെ 3 മാസം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 3 മാസം ആയപ്പോഴത്തേക്കും നിമിഷയ്ക്ക് പോരാൻ പറ്റി. അപ്പോൾ ഞങ്ങളറിയുന്ന വലിയ കുഴപ്പമില്ലാത്ത ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു നല്ല കൺസൾട്ടൻസിയാണ്. അപ്പം നിങ്ങളും ആവശ്യമുള്ളവരൊക്കെ അവിടെ കൊടുക്കുകയും അവിടെയൊക്കെ അന്വേഷിച്ച് പോകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പോകാൻ ശ്രമിക്കണം കേട്ടോ. നിങ്ങൾക്കൊരു ഉപകാരമാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.
പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇതിൻ്റെ താഴെ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നതാണ്. നിങ്ങളത് കണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട് അവരുമായിട്ട് മുമ്പോട്ട് പോവുക കേട്ടോ. അപ്പം വേറെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഓക്കേ. കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം, കമൻറ്റും എഴുതണേ.